ഇന്നത്തെ ഒരു വ്ളോഗ് ഡയറി കണക്ക് തുടങ്ങിയതാണ്. കുറച്ച് റാൻഡം വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി. അപ്പോൾ ആദ്യം ഈ പൊതിച്ചോറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ തുടങ്ങാം. ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് മേടിച്ച പൊതിച്ചോറാണ്. അതിനകത്ത് ചീനി, വറുത്ത മീൻ, മാങ്ങ അച്ചാർ, അതുപോലെ തന്നെ ബീട്രൂട്ട് തോരൻ, മോര് കാച്ചിയത്, മീൻകറി, ഇത്രയും കൂടെ 70 രൂപയ്ക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് കിട്ടും. അപ്പം ഒരുപാട് ജോലിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഔട്ടിങ്ങിനൊക്കെ പോകണ്ടേ സാധനങ്ങളൊക്കെ മേടിക്കാൻ, അന്നേരം ഞാൻ ഇതാണ് ആശ്രയിക്കുക. പിന്നെ നമ്മളെപ്പോഴും ടയേർഡൊക്കെ ആയിട്ടിരിക്കത്തില്ലേ, അന്നേരം നമ്മളങ്ങനെ മേടിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. ഫാസ്റ്റ് ഫുഡിനേക്കാളും നല്ലത് നമ്മൾ ഹോംലി ഫുഡ് കിട്ടുവാണെങ്കിൽ അത് മേടിക്കാം. അങ്ങനെ ഞാനും സാധ്യയും കൂടെ എനിക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഡെക്കോർ ചെയ്യാൻ വേണ്ടി മേടിക്കണമെന്ന് കുറേ കാലം കൊണ്ട് മനസ്സിലിരിക്കുന്നു. അന്നേരം ഞങ്ങൾ സിംലയിലോട്ട് ചെന്നിട്ട് അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ ഇല്ലേ, അതിൻ്റെ ബാക്കിൽ പിങ്കും വൈറ്റും കോമ്പിനേഷനുള്ള പടമാണ് ഞാൻ ഒട്ടിച്ചേക്കുന്നത്. അപ്പം അതിന് മാച്ചായിട്ടുള്ള 2 ഫ്ലവേഴ്സ് ഞാൻ എടുത്ത്. നല്ല സൂപ്പറായിട്ട്. ഇത് 79 അത്രയും കണ്ട, 69 അത്രയും കണ്ട. അപ്പം ഞങ്ങൾ തിരിച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ നേരം ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറമുള്ളൊരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ കേക്കൊക്കെ കൊണ്ടുവന്ന് ഞാനും സാധ്യയും കൂടെ അതൊക്കെ കഴിച്ചു. പിന്നെ അതാണ്ട് ഇതും അപ്പുറത്തെ ആൻറ്റി അവൾക്ക് പൈനാപ്പിൾ തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ രാത്രിത്തെ ഒരു ഫുഡ് കേട്ടോ. അത്രയും ഹെൽത്തി ഒന്നുമല്ല. പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഹെൽത്തി ഡയറ്റ് ഒന്നും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് സിംലയിൽ നിന്ന് ഞാൻ മേടിച്ച ഒരു സാധനമാണ് ഈ ലേസർ. ശരിക്കും ഇത് മേടിക്കുമ്പോൾ ഇതിനെപ്പറ്റി എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ കൊച്ചിലെ ഒന്നും ഞാനിത് വെച്ച് കളിച്ചിട്ടില്ല. ലേസർ ശരിക്കും കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കരുത് കേട്ടോ. അത് ഞാൻ ഒട്ടും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് മേടിച്ചതിന് ശേഷം ഇവളെൻ്റെ കണ്ണിൽ ഇങ്ങനെ ജസ്റ്റ് കണ്ണിൽ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തലവേദന ഉണ്ടാവും. അതുപോലെ തന്നെ ടോട്ടലി ബ്ലൈൻഡായി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. ഞാനിത് മേടിച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പം ഇതിൻ്റെ ഒരു പോരായ്മ മനസ്സിലായത്. കാരണം ഇത് രാത്രി അടിച്ചാലുണ്ടല്ലോ അപ്പുറത്തെ വീട് വരെ അങ്ങ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നേ, അത്രയ്ക്ക് ഇതൊരു ശക്തിയുണ്ട്. ഇതാണ് എൻ്റെ ഫ്ലവർ, കൊള്ളില്ലേ? അപ്പോൾ ഇനി വൈകുന്നേരം അവൾക്ക് ഫുഡൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം മോള് സ്കൂള് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവൾ കുളിക്കാൻ പോയി. അപ്പോൾ ഫുഡൊക്കെ ഞാൻ വെച്ചു. ഇനി അടുത്ത എൻ്റെ പരിപാടി എന്ന് വിചാരിച്ചാൽ അവൾക്കുള്ള 10 മണിയെല്ലാം എടുത്ത് വെക്കുക. അപ്പം കുട്ടിക്ക് ബിസ്ക്കറ്റ് ഇന്നത്തെ 10 മണി കേട്ടോ. ക്രീം ബിസ്ക്കറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുവിടും. മിക്സർ, ചിപ്സ്, ഇതൊക്കെയാണ്. ശരിക്കും ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കൊടുത്തു വിടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം. പക്ഷേ എന്താ പറയുക, നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് നമ്മളത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പം അതൊരുമാതിരി ഇരിക്കും. പിന്നെ സമയത്തേക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും തണുപ്പ് അങ്ങനെ പറ്റത്തില്ല. അന്നേരം ഇത് ഞാൻ ഷോർട്സായിട്ട് ഇട്ടൊരു വീഡിയോയുടെ ഇത് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അവൾ ഫസ്റ്റ് വന്ന ഉടൻ, അതായത് സ്കൂളിൽ നിന്ന് വന്ന ഉടൻ കുളിക്കുക. അന്നേരം ഞാൻ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കും. അതിന് ശേഷം അവളൊന്ന് ഒരുങ്ങും കേട്ടോ. ഞാൻ എപ്പോഴും പറയും, വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ ഒരുങ്ങി നിൽക്കണമെന്ന്. പക്ഷെ അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും പാലിക്കാനൊന്നും പറ്റത്തില്ല. എങ്കിലും നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങൾ നമുക്ക് പറയാമല്ലോ. പിന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് റുട്ടീനൊന്നും അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്, സിമ്പിളായിട്ട്. പിന്നെ അവൾ തന്നെ അഴുക്കാക്കിയ ഡ്രസ്സൊക്കെ അവളെ കൊണ്ട് തന്നെ തിരിച്ചിടിപ്പിക്കും. അതുപോലെ റൂമും അവളെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിക്കും. കുറച്ചൊന്ന് നമ്മളൊന്ന് അവരുടെ അടുത്ത് പറയണം നല്ല ക്ലീനൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ കൊച്ചിലെ ആകുമ്പം അവർക്ക് വലിയ പ്രയാസമൊന്നും തോന്നില്ലല്ലോ. അതിന് ശേഷം സാത്തി ഇരുന്ന് ഹോംവർക്ക് ചെയ്യുകയാണ്. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് 6 മണിയാകുമ്പം വർക്കിന് കയറണം. അപ്പോൾ അതിന് മുമ്പേ ജസ്റ്റ് മാത്സ് ഇങ്ങനെ ഹെൽപ്പ് വേണ്ട ഹോംവർക്കൊക്കെ ഇല്ലേ, അതെല്ലാം ചെയ്യും. എങ്കിലും എനിക്ക് നന്നായിട്ടിരുത്തി പഠിപ്പിക്കാൻ പറ്റാത്തൊരു കുറ്റബോധമൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഫ്രീ അവർ കിട്ടാൻ അവളിങ്ങനെ അവളുടെ സ്വന്തം സൈക്കിളാണ് കേട്ടോ. അപ്പം ഒറ്റ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് എനിക്ക് സൈക്കിള്, അവർക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ, അതായത് മ്യൂസിക്, ഡാൻസിങ് അങ്ങനെയൊക്കെ നമ്മൾ ചേർക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇത് സാത്തീന് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ രാവിലെ തന്നെ, തിങ്കളാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച ഞാനാണ് സാത്തീനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടുന്നത്. ബാക്കി എല്ലാ ദിവസവും അമ്മയാണ് കൊണ്ടുവിടുക. അമ്മ വൈകുന്നേരം ആകുമ്പോൾ വരും, രാവിലെ ആകുമ്പം അങ്ങ് പോകും. കാരണം രാവിലെ ഞാൻ ഉറങ്ങുന്ന ഏതാണ്ട് ഒരു 4:30 ഒക്കെ ആവും. അന്നേരം എനിക്ക് പിന്നെ രാവിലെ എണീച്ച് അവളെ വിടുന്ന പരിപാടിയൊന്നും എനിക്ക് നടക്കില്ല കേട്ടോ. അന്നേരം ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ബസ്സൊക്കെ വന്ന്, ഇത് സാത്തി ഒരു എയ്ഡഡ് സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ നമ്മുടെ കിളിമാരായിട്ട് വരുന്നത്. അവർ നല്ല കെയറിങ് ആണ്. വേറെ പ്രശ്നമൊന്നും ആ സ്കൂളിൽ. പിന്നെ അടുത്ത കാര്യത്തിന് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ തിരികെ വന്നിട്ട് ഞാൻ മീനും കൂടെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. മീനൊക്കെ ഇപ്പം എന്നാ വിലയാണ്.
ഇത് കഴിഞ്ഞ പ്രാവശ്യം ലുലു മോളിൽ പോയപ്പം അവിടെ നിന്ന് തേങ്ങ മേടിച്ചതാണ് കേട്ടോ. അവിടുത്തെ പാക്കിംഗ് ഇങ്ങനെയാണ്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഉണ്ടല്ലോ, അവിടെ തന്നെ ആ വെജിറ്റബിൾ ബില്ലിംഗ് കൗണ്ടർ ഉണ്ടല്ലോ, ഞാൻ ആദ്യം കരുതിയത് അങ്ങനെയൊന്നും ബില്ലൊന്നും ചെയ്യേണ്ട, ലാസ്റ്റ് ബില്ലിംഗ് കൗണ്ടറിൽ കൊണ്ടുപോയാൽ മതി എന്ന്. പിന്നെയാണ് അവിടുത്തെ സിസ്റ്റമൊക്കെ ഒന്ന് പഠിച്ചു വന്നത്. അപ്പോൾ തേങ്ങ പൊട്ടിക്കലൊക്കെ സ്വന്തമായിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്ത് തുടങ്ങുമ്പം ആദ്യമൊക്കെ കുറച്ചൊരു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. പിന്നെ ഉണ്ടല്ലോ, നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പോയി കഴിയുമ്പം അതങ്ങ് ഈസി ആയിട്ട് അങ്ങ് പോകും. പിന്നെ ആരോ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തതാണ് സ്റ്റഡി ബ്ലോഗ് മലയാളം മാറ്റണമെന്ന്. ശരിയാണ്, ഞാനും വിചാരിച്ചു നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ട് സിംഗിൾ മദർ ബ്ലോഗോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എൻ്റെ മുഖം കണ്ടറിയാം. തിങ്കളാഴ്ച ആയിരുന്നെങ്കിലും എനിക്കിപ്പം കുറച്ച് ഫിസിക്കലിയൊക്കെ ഒരുപാട് ടയേർഡാണ്. 3 വർഷമായിട്ട് നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. പിന്നെ ഞാൻ വളരെ അൺഹെൽത്തി ആയിട്ടാണ് എന്ന് വെച്ചാൽ രാത്രി സ്നാക്സ് കഴിക്കുന്ന പരിപാടി എനിക്കുണ്ട് കേട്ടോ. എനിക്കതൊരു വീണ്ടും അഡിക്ഷനായിട്ട് വരിക. ടെൻഷൻ കൂടുമ്പോഴാണ് ഞാനിത് കഴിക്കുക. അപ്പം അതിനുശേഷം എൻ്റെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുത്തതിന് ശേഷം വെള്ളം ഞാൻ നോക്കിയപ്പം വെള്ളം ഒട്ടും തന്നെ ഇല്ല. അതൊക്കെ അങ്ങ് ചൂടാക്കി വെക്കും. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം എനിക്ക് എപ്പോഴും സ്റ്റോക്കായിരിക്കണം. ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ വെള്ളം കുടിച്ച് കിടക്കുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് എപ്പോഴും തൊണ്ട ഇങ്ങനെ വരളുന്ന എനിക്ക് ഫീൽ ചെയ്യും. അതേ ടെൻഡൻസി തന്നെയാണ് സാത്തിക്കുട്ടിക്കും. അപ്പോൾ ഇന്ന് മീൻ കറി വെക്കാൻ വേണ്ടി തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും മഞ്ഞളും കൂടി ഇട്ടിട്ട് ഞാൻ അരച്ചെടുക്കുന്നത്. ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള രീതിയിലാട്ടോ നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകുക. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ആകെ കൂടിയുള്ള ഒരു മൺചട്ടിയാണിത്. ഇതിനകത്ത് കുറച്ച് വടക്കംപുളി, ഉപ്പ്, വീട്ടിൽ തന്നെ പിടിച്ച വടക്കംപുളിയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ. അപ്പോഴാണ് ഞാൻ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇത് ഞാൻ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നല്ലോ ലുലുമാളിൽ നിന്ന് തന്നെ, ഇവിടെ മല്ലിയില അതൊക്കെ കട്ട് ചെയ്ത് ഇതേ കണക്കത്തൊരു ബോക്സിനകത്ത് പേപ്പറിൻ്റെ പുറത്ത് ഈ ഒരു പേപ്പറുണ്ട്, വെജിറ്റബിൾ പേപ്പർ, അതിട്ടിട്ട് വെക്കണം. അപ്പോൾ നല്ല ഫ്രഷായിട്ടിരിക്കും. ഒരു കാര്യം ചെയ്യാൻ വരും, അപ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൽ ഓരോന്നും കാണുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി അതും കൂടെ അങ്ങ് ചെയ്തു പോകും. അതുകൊണ്ട് തന്നെ എൻ്റെ പണികൾ എങ്ങനെയൊന്നും തീരാറില്ല. ഇത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച്, അതുപോലെ തന്നെ പച്ചമുളക് ഞാൻ കീറിയിടത്തില്ല, കാരണം ഇവിടെ അധികം എരിവ് ഓക്കെ അല്ല. അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോയും കൂടെ നന്നായിട്ട് അരിഞ്ഞ് ഇതും കൂടെ ഇടും കേട്ടോ. ഞാൻ ഇതിന് മുമ്പിലുള്ള വീഡിയോയിൽ കാണിച്ചത് ഉപ്പും ആ ഒരു വടക്കംപുളിയും മാത്രമായിട്ടിട്ട് തിളപ്പിക്കുന്നതാണ്. അത് ഞാൻ യൂട്യൂബ് കണ്ടുപിടിച്ചതാണ്. അപ്പം ഇതും കൂടി ഇട്ട് തിളപ്പിച്ചപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, ആ കറിയുടെ ലെവൽ വേറെയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അതിന് സ്ഥിരം വീട്ടിൽ ഇത് തന്നെ വെക്കണം. എന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായ ഓട്സ് റെഡിയാക്കണം. ഫസ്റ്റ് ഞാൻ വെള്ളം തിളപ്പിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് പിന്നെ ഓട്സ് ഇട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മീൻകറി വെക്കുമ്പോൾ അത് നല്ലോണം തിളച്ചു. ഇനി അതിനകത്ത് കുറച്ച് മീനിടണം. മീനിട്ടിട്ട് ഈ മീനും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് വേണം നമ്മൾ ആ തേങ്ങയുടെ അരച്ച് വെച്ചേക്കുന്ന ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ. ഇങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മീൻകറിയൊക്കെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എരിവ്, അതായത് മുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിടാം. പക്ഷെ ഞാൻ മല്ലി ഒരു 1/2 സ്പൂണൊക്കെ ഇടാം കേട്ടോ. മുളക് കറി ചിലവർക്ക് ഇത്തിരി എരിയൊക്കെ വേണം. ഇവിടെ സാത്തിക്ക് എരി ഉണ്ടെങ്കിൽ അവൾ കഴിക്കില്ല. പിന്നെ എനിക്ക് അങ്ങനെ നിർബന്ധമില്ല, ജസ്റ്റ് എരി വേണം. അതായത് എരിവില്ലാതൊരു മനമറുപ്പ് വരുത്തില്ലേ, അങ്ങനെ വരാൻ പാടില്ല, കുറച്ചൊരു എരിവ്. പിന്നെ പ്ലേറ്റൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകി വെക്കും. കാരണം അല്ലെങ്കിൽ പിന്നെ അപ്പടി പ്ലേറ്റെല്ലാം കൂടെ കിടന്ന് ഒന്നാമത് ഇവിടെ സ്ഥലമില്ല സാധനങ്ങളൊക്കെ വെക്കാൻ. എന്നിട്ട് ലാസ്റ്റ് റൗണ്ട് എന്ന് വിചാരിച്ചാൽ നമ്മുടെ ചോറ് വെക്കലാണ്. അപ്പോൾ ചോറ് വെച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. നന്നായിട്ട് ഓട്സ് നന്നായി ആറിയതിന് ശേഷം മാത്രം തേൻ യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ചിക്കനകത്ത് തേനിട്ടിട്ട് ഹണി ചിക്കൻ അതൊക്കെ ഭയങ്കര പ്രൊമോഷനാണല്ലോ. പക്ഷെ അത് കഴിക്കരുത് കേട്ടോ. ശരിക്കും ചൂടാക്കുന്ന ഒരു സബ്സ്റ്റൻസിലോട്ട് തേൻ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പോയ്സണസ് ആണെന്നാണ് ഞാനൊരു വീഡിയോയിൽ കണ്ടത്. അതിനുശേഷം ഞാനങ്ങനെ പോകാറില്ല, കഴിക്കാറുമില്ല. ഇത് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് ഞാൻ പോയി തിരിച്ച് വന്നതാണ് കേട്ടോ. തിരിച്ച് ട്രോളിയിൽ കയറി പുറത്തിറങ്ങുന്ന സീനാണ് നിങ്ങൾ കണ്ടേക്കുന്നത്. അവിടെ ഞാൻ ചെന്ന ദിവസം ഒരു ദിവസം ചെന്നിട്ട് 2 മണിക്കൂറാണ് ബില്ലടിക്കാൻ വേണ്ടി എടുത്തത്. നാശമായിപ്പോയി ഒരു സാറ്റർഡേ ചെന്നിട്ട്. പിന്നെ പിറ്റേ ദിവസം പോയപ്പോൾ ഓഫറൊക്കെ തീർന്നു, എങ്കിലും ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് മേടിച്ച സാധനങ്ങളാണ് ഇത്. അപ്പോൾ ഈ ഫ്രില്ല് ഓഫറാണ് 160 1.5 ലിറ്റേഴ്സ്. അതിൻ്റെ ഇപ്പോഴത്തിരിക്കുന്ന ബാത്റൂം ക്ലീനേഴ്സും അതൊക്കെ ഒരു 156 130 ആ ഒരു റേഞ്ചാണ്.
ഏറ്റവും റീസണബിൾ ആയിട്ട് എനിക്ക് തോന്നിയത് 1.5 കിലോ സഫോള ഓട്സ് 200 രൂപയ്ക്ക്, അതുപോലെ തന്നെ 5 ലിറ്ററിൻ്റെ ഇതിനകത്ത് 200 എത്ര രൂപയായിട്ടുള്ളൂ. നമ്മുടെ ടോപ്പ് വാഷ് ലിക്വിഡ് വാഷില്ലേ അത്. അപ്പോൾ ആ ജാതി സാധനങ്ങൾ. പിന്നെ ഈ ബ്രഷൊക്കെ എന്ന് വെച്ചാൽ ഓഫറല്ല, ഇതൊക്കെ ഭയങ്കര കോംബോ പാക്കിൽ നമുക്ക് നല്ല ഡിസ്കൗണ്ട് തോന്നും. ഇവിടെ ബ്രഷ് തീരുമ്പോഴാണ് ഞാൻ എപ്പോഴും മേടിക്കുക. അപ്പോൾ തിരിച്ച് വന്നപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്, ആ ഒരു മീൻകറിക്കകത്ത് ഞാൻ കടുക് താളിച്ച് വെക്കാൻ മറന്നു പോയിന്ന്. ഇതും ലുലുവിൽ നിന്ന് കുറച്ച് ഇറച്ചിയും കൂടെ മേടിച്ചു കേട്ടോ, ബീഫ്. കാരണം ഇവിടെ ഒന്നും മീനില്ലെന്നേ. ഈ അയിലമീൻ കൊണ്ടുവന്നതും അതത്ര ഫ്രഷായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫിഷ് സ്റ്റോളും ഇവിടെ ഇല്ല. അതിനുശേഷം നമ്മൾ കഴിക്കാനിരുന്നു. ഇതെൻ്റെ എൻ്റർടൈൻമെൻറ്റാണ്. അന്നേരം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇനി പേര് മാറ്റണമെന്ന് പറഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേരും കൂടെ സജസ്റ്റ് ചെയ്യാം. ബൈ.